most of the recruiters are not looking at the CV right now. They are looking at the portfolio that you have created. വെൽക്കം ടു നോ കെമിക്കൽസ്. എല്ലാവരും AI ടൂൾസ് വെച്ച് CV ഒപ്റ്റിമൈസ് ചെയ്യുന്നതുകൊണ്ട് അല്ലെങ്കിൽ CV ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് currently most of the recruiters are not looking at the CV right now. They are looking at the portfolio that you have created. So it is so important to optimize your LinkedIn more than your CV. നിങ്ങളുടെ പോർട്ട്ഫോളിയോ എക്സിബിറ്റ് ആയിരിക്കണം. നിങ്ങളുടെ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈലാണ്. സോ ആസ് എ കെമിസ്റ്റ്, ഒരു റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് കെമിസ്റ്റ് അല്ലെങ്കിൽ കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള ഏത് ജോബിലേക്ക് എൻ്റർ ചെയ്താലും ചെയ്ത കാര്യങ്ങൾ അത് നിങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്നാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊജക്റ്റിൽ നിന്നാവാം, അല്ല നിങ്ങൾ എഴുതിയ പേപ്പേഴ്സ് ആവാം, ആർട്ടിക്കിൾസ് ആവാം, ഇതെല്ലാം നിങ്ങൾ വിസിബിൾ ആക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എക്സിബിറ്റ് ചെയ്യുന്നത് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ക്രിയേറ്റിംഗ് എ CV റൈറ്റ് നൗ. സോ നമ്മൾ തുടങ്ങുന്നത് നിങ്ങളുടെ പ്രൊഫൈൽ ഒപ്റ്റിമൈസ് ആണോ എന്ന് ചെക്കിങ്ങിലൂടെയാണ്. അല്ലാതെ ഞാൻ ഫസ്റ്റ് പോയിന്റ് തന്നെ ഹൗ ടു ഒപ്റ്റിമൈസ് യുവർ ലിങ്ക്ഡിൻ പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് നല്ലൊരു പ്രൊഫൈൽ പിക്ക് വേണം, നിങ്ങൾക്ക് നല്ലൊരു ഹെഡ്ലൈൻ വേണം എന്നുള്ള രീതിയിൽ നമ്മൾ തുടങ്ങുകയല്ല ചെയ്യുന്നത്. നമ്മൾ ആദ്യം നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ, മൈ ഫോളോവേഴ്സ് ഓൾറെഡി ഹാവ് എ ലിങ്ക്ഡിൻ പ്രൊഫൈൽ, നിങ്ങൾക്ക് ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഞാൻ തുടങ്ങുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ കറൻ്റ്ലി യു ഹാവ് ടു മേക്ക് ഇറ്റ് വെരി ഇമ്പോർട്ടൻറ്റ്, ക്രിയേറ്റ് വൺ. ഓക്കെ, പ്രൊഫൈലിലേക്ക് നോക്കിയിട്ട് നിങ്ങൾ ആദ്യം ആ പ്രൊഫൈലിനെ വാല്യൂ ചെയ്യണം. അതായത് എന്തൊക്കെയാണ് മിസ്റ്റേക്കുകൾ, എവിടേക്കാണ് ഞാൻ തിരുത്തേണ്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായാലാണ് നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഒപ്റ്റിമൈസ് ആക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി എന്താണ് ഒപ്റ്റിമൈസേഷൻ എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ, നാളെ നിങ്ങളുടെ പ്രൊഫൈലിലേക്ക്, ലിങ്ക്ഡിൻ പ്രൊഫൈലിലേക്ക് നിങ്ങളുടെ പേരടിച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ജോബ് പ്രൊഫഷൻ അടിച്ചിട്ടോ വരുമ്പോഴത്തേനും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ പേര് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് കെമിസ്റ്റ് ആതിരാന്ന് അടിച്ചു കഴിഞ്ഞാൽ ഗൂഗിളിനകത്ത് എൻ്റെ നെയിം വരും, അല്ലെങ്കിൽ എൻ്റെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ വരും. സോ അതിനെയാണ് നമ്മൾ SEO ഒപ്റ്റിമൈസേഷൻ പോലെയാണ് നമ്മുടെ ലിങ്ക്ഡിൻ ഒപ്റ്റിമൈസ് ആവാന്ന് പറയുന്നത്. അപ്പോൾ റിക്രൂട്ടേഴ്സ് സെർച്ച് ചെയ്യുമ്പോൾ എൻ്റെ പേര് സെർച്ച് ചെയ്യുമ്പോഴല്ല, അല്ലെങ്കിൽ അതിൻ്റെ ഒപ്പം R&D കെമിസ്റ്റ് എന്ന് ആഡ് ചെയ്യുമ്പോഴത്തേനും എൻ്റെ പ്രൊഫൈൽ വരുന്നത് എന്തുകൊണ്ടാണ്? എൻ്റെ പ്രൊഫൈൽ അത്രമാത്രം ഒപ്റ്റിമൈസ്ഡ് ആണ്, അത്രമാത്രം വിസിബിൾ ആവുന്നതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത്, വൺസ് എ കമ്പനി സെർച്ച് മൈ നെയിം ഓർ വൺസ് എ കമ്പനി ജസ്റ്റ് ടൈപ്പ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് കെമിസ്റ്റ്, നമ്മുടെ പ്രൊഫൈൽ അവിടെ കയറി കിടക്കും. സോ ദാറ്റ് ഈസ് എ ഗുഡ് ബെനിഫിറ്റ് ഫോർ മീ. അവിടെ നമ്മൾ അത്ര ഹൈലൈറ്റഡ് ആയിട്ടായിരിക്കും, നമുക്ക് അത്ര വാല്യൂ അഡീഷൻ ഉണ്ടാവും. സോ വി ആർ ഗോയിങ് ടു ഓഡിറ്റ് യുവർ ലിങ്ക്ഡിൻ പ്രൊഫൈൽ. നിങ്ങൾക്ക് ഓൾറെഡി ഒരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഓഡിറ്റ് ചെയ്യാൻ പോവുകയാണ്. സോ എന്താണ് ഈ ഓഡിറ്റിംഗ് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്? നിങ്ങളുടെ പ്രൊഫൈൽ നിങ്ങളൊന്നും ചേഞ്ച് ചെയ്യുന്നില്ല, നിങ്ങളൊന്നും മാറ്റം വരുത്തുന്നില്ല, നിങ്ങളൊന്നും ചേഞ്ച് ചെയ്യുന്നില്ല. ആസ് സച്ച് എങ്ങനെയാണ് അതിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാൻ പോവുകയാണ്, എന്ത് മാറ്റം വരുത്തണം എന്നുള്ളത് ഭയങ്കര ഔട്ട്ലൈൻ ആയിട്ടാണ് ഞാൻ പറയുന്നത്. അടുത്ത സെക്ഷനകത്ത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ലിങ്ക്ഡിൻ പ്രൊഫൈൽ എങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ എടുത്തു. നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഓപ്പൺ ആകുമ്പോൾ തന്നെ നമുക്ക് വിസിബിൾ ആവുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ പ്രൊഫൈൽ ഫോട്ടോയും അതുപോലെ ബാനറും. ആ ബാനറും പ്രൊഫൈൽ ഫോട്ടോയും നല്ല രീതിയിൽ പ്രസൻറ്റബിൾ ആണോ എന്നുള്ളത് ഒരു പോയിന്റാണ്. നിങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഫഷണൽ ഫോട്ടോ ആയിരിക്കണം നിങ്ങളുടെ പ്രൊഫൈലിൽ ഉള്ളത്. ബാനർ ഇമേജ് വേണമെങ്കിൽ ആസ് ആൻ എക്സാമ്പിൾ ഞാൻ എൻ്റെ പ്രൊഫൈൽ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ പ്രൊഫൈലിനകത്ത് ബാനറിനകത്ത് ഞാൻ എന്ത് കാര്യങ്ങൾ ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു എന്നുള്ള ചെറിയ ചെറിയ പോയിൻ്റായിട്ട് കൊടുത്തിട്ട് എൻ്റെ ഫോട്ടോ പിന്നെ അവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുകയാണ് ചെയ്യുന്നത്. സോ ഇതല്ല നിങ്ങളുടെ ഫോട്ടോ നിങ്ങൾക്ക് ബാനറിൽ ആഡ് ചെയ്യണമെന്നില്ലെങ്കിൽ പോലും ഗ്രേ ടോൺ അല്ലാതെ നിങ്ങൾ എന്താണ്, നിങ്ങൾ R&D കെമിസ്റ്റ് ആണോ, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു കെമിസ്റ്റ് ആണോ, നിങ്ങൾ ആസ് എ വർക്ക് എക്സ്പീരിയൻസ് ആയിട്ടുള്ളത് എന്ത് ഫീൽഡിലാണ്, അതെല്ലാം ജസ്റ്റ് ഡിനോട്ട് ചെയ്ത് കാണിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ആൻഡ് നെക്സ്റ്റ്, നമ്മൾ ഫോട്ടോയും ബാനറും കഴിഞ്ഞ് അടുത്തത് പേരിൻ്റെ അടിയിൽ കാണപ്പെടുന്ന കാര്യം, അതാണ് ഹെഡ്ലൈൻ എന്ന് പറയുന്നത്. നിങ്ങളുടെ ജോബ് ടൈറ്റിൽ മാത്രം ആവരുത്, അല്ലെങ്കിൽ MSc ഗ്രാജുവേറ്റ് സീക്കിംഗ് ഫോർ ഗ്രേറ്റർ ഓപ്പർച്യൂണിറ്റി, ഇങ്ങനെയൊന്നും ആവരുത് നിങ്ങളുടെ ഹെഡ്ലൈൻ എന്ന് പറയുന്നത്. ഇറ്റ് ഷുഡ് ബി പ്രോപ്പർ ഒരു ഹെഡ്ലൈൻ ആയിരിക്കണം. അത് റിക്രൂട്ടേഴ്സ് സെർച്ച് ചെയ്യുന്ന കീവേഡ്സ് ആഡഡ് ആയിട്ടുള്ള ഒരു ഹെഡ്ലൈൻ ആയിരിക്കണം. ആൻഡ് ഇറ്റ് ഷുഡ് ഡെഫിനറ്റ്ലി എക്സിബിറ്റ് ഹൂ യു ആർ ഇൻ യുവർ കരിയർ. ആ സമയത്ത് ഞാൻ ജോബിൽ കയറിയത് 2023 ആ കാലഘട്ടത്തിനകത്ത് ലിങ്ക്ഡിൻ പ്രൊഫൈൽ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ ഇപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചെക്ക് ലിസ്റ്റ് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ തിരുത്താനുള്ളതല്ല, തിരുത്തൽ നമുക്ക് പിന്നെ ചെയ്യാം. ഫസ്റ്റ് എന്തൊക്കെ തിരുത്തണം എന്ന് നമുക്ക് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ആ ഒരു പോയിന്റിനകത്ത് നിങ്ങളുടെ ഹെഡ്ലൈൻ ഭയങ്കര ബാഡാണ്, ജസ്റ്റ് MSc കെമിസ്ട്രി ഗ്രാജുവേറ്റ് സീക്കിംഗ് ഫോർ ഗ്രേറ്റർ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നതാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി മാർക്ക്ഡ്, ദാറ്റ് ഷുഡ് ബി കറക്റ്റഡ്. ഓക്കെ ആണ്. എബൌട്ട് സെക്ഷനകത്ത്
ആദ്യത്തെ 2-3 ലൈൻസ് ഭയങ്കര വാലിഡേറ്റഡ് ആണ്. നമ്മൾ ഇൻസ്റ്റഗ്രാമിനകത്തായാലും യൂട്യൂബിനകത്തായാലും നമ്മൾ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഹുക്ക് എന്ന് പറയുന്ന സംഭവമാണ് ലിങ്ക്ഡിൻ സെക്ഷനകത്ത് എബൌട്ട് സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ആ 2-3 ലൈൻസ് എന്ന് പറയുന്നത് ഭയങ്കര വാലിഡേറ്റഡ് ആയിരിക്കണം. നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ എടുത്ത് കാണിക്കുന്നതായിരിക്കണം. ആക്ച്വലി റോൾ സ്പെസിഫിക് ആയിട്ടുള്ള കീവേഡ്സ് അതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും. ഇപ്പോൾ HPLC നിങ്ങൾ ചെയ്തിട്ടുണ്ട്, GC ക്രോമറ്റോഗ്രഫി ചെയ്തിട്ടുണ്ട്, അതല്ല വേറെ എന്തെങ്കിലും ടെക്നിക്ക് ചെയ്തിട്ടുണ്ട്, ടൈട്രേഷൻ ചെയ്തിട്ടുണ്ട്, അസ ചെയ്തിട്ടുണ്ട്, ഇതെല്ലാം അതിനകത്ത് എബൌട്ട് സെക്ഷനകത്ത് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. സോ എൻഡ് വിത്ത് CTA. നിങ്ങൾ എന്താണ് എക്സ്പെക്ട് ചെയ്തത്, നിങ്ങൾ എന്തിനാണ് നോക്കുന്നത്, നിങ്ങൾ എന്തിനാണ് ഓപ്പൺ ആയിട്ടുള്ളത്, ഇതെല്ലാമാണ് ആ ഒരു എൻഡിങ് സെക്ഷനകത്ത് നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും നല്ല പോയിന്റ്സ് എന്ന് പറയുന്നത്. സോ ഒരു റിക്രൂട്ടർ നാളെ ഒരു കീവേഡ്സ് വെച്ച് സെർച്ച് ചെയ്ത് നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ എബൌട്ട് സെക്ഷൻ ഈസ് വെരി വിസിബിൾ ആൻഡ് വെരി ക്ലിയർ ദാറ്റ് നിങ്ങൾ എന്താണ്, നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ എന്തിലേക്ക് ഇൻസ്ട്രുമെൻറ്റിലേക്ക് നിങ്ങളെ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഉണ്ട്, നിങ്ങൾ ലുക്കിംഗ് ഫോർവേഡ് ടു എന്താണ് എന്നുള്ളതെല്ലാം ക്ലിയർ ആയിട്ട് ആ ഒരു റിക്രൂട്ടറിന് മനസ്സിലാക്കാനായിട്ട് പറ്റും. സോ ഇഫ് ഇറ്റ് ഈസ് നോട്ട് സ്ട്രക്ചർഡ് ലൈക്ക് ദാറ്റ്, യു ഹാവ് ടു റീഡ് ദാറ്റ് വൺ ഓൾസോ. ഫോർത്ത് വൺ ഈസ് ദ ഫീച്ചേർഡ് സെക്ഷൻ. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത് കൂടുതലും ലിങ്ക്ഡിൻ പ്രൊഫൈലും കൂടി നോക്കിയിട്ടാണ് റിക്രൂട്ട്മെൻറ്റ് ചെയ്തത്. അപ്പോൾ അതിനകത്ത് നോക്കിയപ്പോഴത്തേനും ആരും യൂസ് ചെയ്യാത്ത വെറുതെ കിടക്കുന്ന ഒരു സെക്ഷനാണ് ഫീച്ചേർഡ് സെക്ഷൻ എന്ന് പറയുന്നത്. ഈ ഫീച്ചേർഡ് സെക്ഷനകത്ത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ CV നിങ്ങൾക്ക് ഫീച്ചേർഡ് ആയിട്ട് എടുക്കാം. അതല്ല നിങ്ങൾക്ക് എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ എന്തെങ്കിലും കോൺഫറൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ സർട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഫീച്ചേർഡ് സെക്ഷനിലിടാം. ആൻഡ് ദാറ്റ് ഫീച്ചേർഡ് സെക്ഷൻ ക്യാൻ മേക്ക് യു വെരി വെരി ഗുഡ് ഇൻ ലിങ്ക്ഡിൻ. നമ്മൾ നിങ്ങളുടെ പ്രൊജക്റ്റ് എടുത്ത് ഒരു റിക്രൂട്ടർ നിങ്ങളുടെ പ്രൊഫൈൽ എടുത്ത് നോക്കുമ്പോഴത്തേനും it will so clear that she has this much of featured option. And if you don't have any kind of certification, if you are a fresher graduate, you can add your CV. ഓക്കെ, സോ അതും നല്ലൊരു ഓപ്ഷനാണ്. യൂസ് ദാറ്റ് സെക്ഷൻ. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ ഈസ് ഗോണ ബി എക്സ്പീരിയൻസ്. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ആ എക്സ്പീരിയൻസ് സെക്ഷൻ ആഡ് ചെയ്യേണ്ടത്? ജസ്റ്റ് കമ്പനിയുടെ പേര്, നിങ്ങളുടെ റോള്, അങ്ങനെയല്ല. ഒരു 3-4 ബുള്ളറ്റ് പോയിന്റ്സ് ആഡ് ചെയ്യുക. ആ ബുള്ളറ്റ് പോയിന്റ്സിനകത്ത് എന്ത് റിസൾട്ടാണ് അല്ലെങ്കിൽ എന്ത് ഇമ്പാക്റ്റാണ് നിങ്ങളുടെ ആ റോളിൽ നിന്ന് കമ്പനിക്ക് കിട്ടിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിന് കിട്ടിയിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ മാനേജ്മെൻറ്റിന് കിട്ടിയിട്ടുള്ളതെന്ന് അവിടെ വാലിഡേറ്റഡ് ആയിട്ട് പൊസിഷൻ ചെയ്യണം. എക്സാമ്പിൾ, റെസ്പോൺസിബിൾ ഫോർ QC ടെസ്റ്റിംഗ് എന്നതിന് പകരം നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യാം? റെഡ്യൂസ് ദി QC ടേൺ അറൗണ്ട് ബൈ X% or 98%, ഇങ്ങനെയുള്ള രീതിയിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അപ്പോൾ അത് ആഡ് ചെയ്യുമ്പോൾ എന്താണ്, നിങ്ങൾ ചെയ്ത റിസൾട്ടിനെ നിങ്ങൾ ക്വാണ്ടിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ദ വേർ ദ റിക്രൂട്ടേഴ്സ് ഈസ് gonna be catching your profile. Sixth section is the skill section. ഇവിടെ ലിങ്ക്ഡിൻ നിങ്ങൾക്ക് 50-ലേറെ സ്കില്ല് 50 സ്കില്ല് മാക്സിമം ആഡ് ചെയ്യാനുള്ള ഒരു സ്പേസ് തന്നിട്ടുണ്ട്. സോ നിങ്ങൾക്കത് യൂട്ടിലൈസ് ചെയ്യാം. ഒരു 20, 30, 35 സ്കില്ലുകൾ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. എങ്ങനെ ആഡ് ചെയ്യണം? ജസ്റ്റ് ഒരു ഇൻസ്ട്രുമെൻ്റൽ അനാലിസിസിന് പകരം നിങ്ങൾ എന്ത് സ്പെസിഫിക് ഇൻസ്ട്രുമെൻ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ HPLC, ക്രോമറ്റോഗ്രഫി, GCMS, അനാലിസിസ്, എസ്സേ, ട്രബിൾ ഷൂട്ടിംഗ് പ്രോബ്ലം സോൾവിങ് സ്കിൽസ്, അങ്ങനെ കുറേ നിങ്ങൾക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. സോ അത് നിങ്ങൾ പ്രോപ്പറായിട്ട് ഫിൽ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഫില്ല് ചെയ്യാം. ദെൻ ഈസ് ദ എഡ്യൂക്കേഷൻ ആൻഡ് സർട്ടിഫിക്കേഷൻ. നിങ്ങളുടെ എഡ്യൂക്കേഷൻ നിങ്ങൾ ലിങ്ക്ഡിനിൽ ആഡ് ചെയ്യുമ്പോൾ 10ാം ക്ലാസ്സും +2 ഒന്നും ആഡ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ദാറ്റ് ഈസ് നോട്ട് വാലിഡേറ്റഡ് ഹിയർ. നിങ്ങൾക്ക് നിങ്ങളുടെ ഡിഗ്രി പ്രോഗ്രാം BSc ആണെന്നുണ്ടെങ്കിൽ BSc, MSc ആണെന്നുണ്ടെങ്കിൽ MSc, ആ ഡിഗ്രി പ്രോഗ്രാം എവിടെയാണ് ചെയ്തത്, നിങ്ങൾക്ക് ആ ഡിഗ്രി പ്രോഗ്രാമിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനും പഠിക്കാനും പറ്റിയിട്ടുള്ളത്, അതെല്ലാം പോയിന്റ് ഔട്ട് ചെയ്യും. ജസ്റ്റ് ഞാൻ കണ്ടിട്ടുള്ള ഒത്തിരി പ്രൊഫൈലിനകത്ത് ഡിഗ്രി പ്രോഗ്രാം ആഡ് ചെയ്യും, പിന്നെ +1ഉം +2ഉം എല്ലാം ഉണ്ടാവും. ഇത്രയും കുത്തി നിറയ്ക്കേണ്ട ഒരു ആവശ്യമില്ല. ഇത് BSc MSc ഉണ്ടെന്ന് അറിയുമ്പോൾ തന്നെ അവിടെ അണ്ടർസ്റ്റുഡ് ആണ്. +1ഉം +2ഉം കഴിഞ്ഞിട്ടാണല്ലോ എത്തുള്ളൂ ആ ഒരു കാര്യം. സോ അവിടെ നിങ്ങൾ അധികം ആഡ് ചെയ്യാതെ നിങ്ങൾ ആഡ് ചെയ്തതിനകത്ത് നല്ല രീതിയിൽ കാര്യങ്ങൾ ആഡ് ചെയ്യുക. അതായത് ഇപ്പോൾ നിങ്ങൾ ഡിഗ്രി പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ ഡിഗ്രീനകത്ത് നിങ്ങൾ ചെയ്ത പ്രൊജക്റ്റ് ആഡ് ചെയ്യുക, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ആഡ് ചെയ്യുക, ഹാൻഡിൽ ചെയ്ത ഇൻസ്ട്രുമെൻറ്റ്സ് ആഡ് ചെയ്യുക, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾസ് നിങ്ങൾക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. സർട്ടിഫിക്കേഷൻസ് എന്തെങ്കിലും നിങ്ങൾ അക്വയർ ചെയ്തിട്ടുണ്ട് ഇൻ ദ സ്പാൻ ഓഫ് യുവർ എക്സ്പീരിയൻസ്, നിങ്ങൾ എന്തെങ്കിലും അക്വയർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ആഡ് ചെയ്യാം. സർട്ടിഫിക്കേഷൻസിനകത്ത് വിത്ത് ഡേറ്റ്, ടിൽ ഡേറ്റ്, അങ്ങനെയുള്ളതെല്ലാം ആഡ് ചെയ്യാം. അതിൻ്റെ മീഡിയ നിങ്ങൾക്ക് കൊടുക്കാനും അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ അത് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക.
ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് റെക്കമെൻഡേഷൻ. റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് മേ ബി നിങ്ങളുടെ കോളേജ് പ്രൊഫസറിൽ നിന്ന് നിങ്ങൾക്ക് റെക്കമെൻഡേഷൻ റിക്വസ്റ്റ് ചെയ്യാം. അതായത് ഈ ഒരു റെക്കമെൻഡേഷൻ സെക്ഷൻ എന്ന് പറയുന്നത് ഒരു റിക്രൂട്ടർ നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് നോക്കുമ്പോഴത്തേനും ഓക്കെ ഷീ ഹാസ് ബീൻ റെക്കമെൻഡഡ് ബൈ ഹർ കൊളീഗ്സ് ഓർ ഷീ ഹാസ് ബീൻ റെക്കമെൻഡഡ് ബൈ ഹർ പ്രൊഫസർ എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫസറിൻ്റെ അത് റെക്കമെൻഡേഷൻ ചോദിച്ചിട്ട് നിങ്ങൾക്കത് ലിങ്ക്ഡിനിൽ ആഡ് ചെയ്യാം. അതല്ല നിങ്ങളുടെ മെൻറ്റർ ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ട്, മാനേജേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്തുനിന്ന് നിങ്ങൾക്ക് റെക്കമെൻഡേഷൻ ചോദിച്ച് ആഡ് ചെയ്യാവുന്നതാണ്. അത് നിങ്ങളുടെ പ്രൊഫൈലിൽ കുറച്ചും കൂടി ഹൈലൈറ്റ് ചെയ്യിക്കാനായിട്ട് സഹായിക്കും. സോ അത് നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നോട്ട് ദ പോയിന്റ്. ഇത്രയും നമ്മൾ ചെയ്തു. അതായത് നമ്മൾ നിങ്ങളുടെ പ്രൊഫൈൽ ഇതിലെല്ലാം നിങ്ങൾക്ക് ഓഡിറ്റ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് യെസ് ടിക്ക് പോയിൻറ്റ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. എന്നിട്ട് നിങ്ങൾ ആക്റ്റീവ് അല്ല, നിങ്ങൾ പോസ്റ്റ് ഇടുന്നില്ല, നിങ്ങൾ ലിങ്ക്ഡിനിൽ ആക്റ്റീവ് അല്ല എന്നുണ്ടെങ്കിൽ ഇതൊന്നും ചെയ്തതിന് ഒരു കാര്യമില്ല. കാരണം പ്രൊഫൈലിലേക്ക് നമ്മൾ റിക്രൂട്ടർ നോക്കുമ്പോഴത്തേനും ഓക്കെ ഷീ ഈസ് ഗുഡ് വിത്ത് എവറിഥിങ്, ബട്ട് ഒപ്റ്റിമൈസേഷൻ മീനിങ് യു ഹാവ് ടു ബി ആക്റ്റീവ് ഇൻ ദാറ്റ് പ്ലാറ്റ്ഫോം. നിങ്ങൾ എന്തെങ്കിലും പോസ്റ്റിന് ലൈക്ക് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും കമൻറ്റ് ചെയ്യുന്നുണ്ടോ, നിങ്ങൾക്ക് ഓണായിട്ട് നിങ്ങൾ ചെയ്ത എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഓണായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ടോ, ആൻഡ് നല്ലൊരു പോസ്റ്റ് കണ്ട് അത് റീപോസ്റ്റ് ചെയ്യുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു റിക്രൂട്ടർ നോക്കും. സോ ആ ആക്ടിവിറ്റിയാണ് നിങ്ങളുടെ വിസിബിലിറ്റി കൂട്ടാൻ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്. അത് നിങ്ങൾ പോസ്റ്റ് ആവാം, നിങ്ങളിടുന്ന കമൻസ് ആവാം, നിങ്ങളുടെ ലൈക്ക് ആവാം, നിങ്ങളുടെ റീപോസ്റ്റോ ഷെയറോ കാര്യങ്ങളോ എന്ത് വേണമെങ്കിലും ആവാം. സോ ഇത്രയെല്ലാം ചെയ്തു. അതായത് നല്ല ബാനർ ക്രിയേറ്റ് ചെയ്തു, നല്ല ഫോട്ടോ ഉണ്ടാക്കി, എബൌട്ട് സെക്ഷനും ഹെഡ്ലൈനും ഫീച്ചർ സെക്ഷൻസും എക്സ്പീരിയൻസും എല്ലാം നിങ്ങൾ ആഡ് ചെയ്തിട്ട് നിങ്ങളുടെ ആക്ടിവിറ്റി അവിടെ ഭയങ്കര ലോ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് വെരി ബാഡ്. സോ ബി ആക്റ്റീവ് ഇൻ ദാറ്റ് സെക്ഷൻ. ഇൻസ്റ്റഗ്രാമിനകത്ത് കുറേ സ്ക്രോൾ ചെയ്ത് റീൽസ് നോക്കിയിരിക്കാനുള്ള ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ ദിവസത്തിലൊരു 10-15 മിനിറ്റ് മതി. എന്തെങ്കിലും ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പോസ്റ്റ് ആണെങ്കിൽ അതിനുള്ളിൽ കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലും ഇഷ്ടപ്പെട്ട പോസ്റ്റ് അത്ര അട്രാക്റ്റീവായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് റീപോസ്റ്റ് ചെയ്യുക. ഇതെല്ലാം നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ വിസിബിലിറ്റി കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ദെൻ ദ ലാസ്റ്റ് വൺ ഈസ് നിങ്ങളുടെ URL. നിങ്ങളുടെ ലിങ്ക്ഡിൻ്റെ ലിങ്ക് നമ്മൾ ഷെയർ ചെയ്യുമ്പോഴത്തേനും അതിനകത്ത് ഇങ്ങനെ 7456 എന്ന് പറയുന്ന ന്യൂമറൽസും ലെറ്റേഴ്സൊക്കെ വരും. അത് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാം. കെമിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ കെമിസ്റ്റ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് കെമിസ്റ്റ് ആണെങ്കിൽ അങ്ങനെ, അതല്ല ടെക്നോളജിസ്റ്റ് ആണെങ്കിൽ അങ്ങനെ, ആ രീതിയിൽ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ഇഫ് യു ആർ ഓപ്പൺ ടു വർക്ക്. ഞാൻ പറയുന്നില്ല അത് എല്ലാവർക്കും വിസിബിൾ ആക്കണം എന്നുള്ളത്. നിങ്ങൾക്ക് ഹെഡ്ലൈനകത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പ്രൊഫൈൽ പിക്ചറിനകത്ത് സെക്ഷനകത്ത് പോയി നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. നമുക്ക് ആ സെക്ഷന് ഓപ്പൺ ടു വർക്ക് എന്ന് പറയുന്നത് വിസിബിൾ ടു എവ്രി വൺ ആക്കാം, വിസിബിൾ ടു റിക്രൂട്ടേഴ്സ് ആക്കാം. ആൻഡ് ഐ വുഡ് ഓപ്റ്റ് ഫോർ ഓൺലി വിസിബിൾ ടു റിക്രൂട്ടേഴ്സ്. റിക്രൂട്ടേഴ്സിന് മാത്രം വിസിബിൾ ആക്കിയാൽ മതി, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. എല്ലാവരും അറിയണ്ടല്ലോ നിങ്ങൾ ഓപ്പൺ ടു വർക്ക് ആണെന്നുള്ളത്. ഇമെയിൽ വെച്ചിട്ട് നിങ്ങളുടെ കോൺടാക്ട് ഇൻഫോർമേഷൻ വെരിഫൈ ചെയ്യുക. അപ്പോൾ നമുക്കൊരു ബ്ലൂ ടിക്കോ അല്ലെങ്കിൽ ഒരു ടിക്ക് പോലത്തെ സംഭവമൊക്കെ വരും. ഇത്രയും ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. ഇത് ജസ്റ്റ് ഒരു ഓഡിറ്റ് ആണ്, ഇത് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ ആണ്. ഇനി ഇതിന് ഓരോന്നിനും നമുക്ക് സ്പെസിഫിക് ആയിട്ട് എങ്ങനെ കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളത് നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. അത് ഭയങ്കര ഡീറ്റെയിൽഡ് ആയിരിക്കും എന്ന് ഞാൻ പറയുന്നില്ല. ഓരോന്നും പയ്യെ കുറച്ച് സെക്ഷൻസ് ആയിട്ടാണ് നമ്മൾ കവർ ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് സെക്ഷൻ ഈസ് ഗോയിങ് ടു ബി ഓൺലി ഫോർ ദ കെമിസ്ട്രി ഗ്രാജുവേറ്റ് ഓർ ദ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഓർ ദ എക്സ്പീരിയൻസ് പേഴ്സൺ ഹു വാണ്ട് ടു ഒപ്റ്റിമൈസ് യുവർ ലിങ്ക്ഡിൻ പ്രൊഫൈൽ. ഓക്കെ, ഇതെല്ലാം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ തന്നെ സെർച്ച് ചെയ്യുക. നിങ്ങൾ ആഡ് ചെയ്ത കീവേഡ്സും കാര്യങ്ങളും ഉണ്ട്, അല്ലെങ്കിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് കെമിസ്ട്രി അല്ലെങ്കിൽ നിങ്ങളുടെ പേരൊക്കെ അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഗൂഗിളിലോ ലിങ്ക്ഡിനകത്തോ നിങ്ങളുടെ പ്രൊഫൈൽ വരുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കുക. അതും നല്ലൊരു ഓപ്ഷനാണ്. അതൊരു സെൽഫ് ചെക്കിംഗ് ആണ്. ഇത്രയൊക്കെ ചെയ്തു, ഇത്രയൊക്കെ വിസിബിൾ ആക്കുന്നുണ്ട്, അപ്പോൾ നമ്മൾ കാണണ്ടേ എന്നുള്ളത് നമ്മുടെ സെൽഫ് ചെക്കിംഗ് മെക്കാനിസമാണ്. അപ്പോൾ അതും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വിസിബിലിറ്റി കൂടിയോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതെല്ലാം ഒരു ചെക്ക് ലിസ്റ്റാണ്. ഇനി അടുത്ത വീഡിയോനകത്ത് നമ്മൾ ഓരോ സെക്ഷനും എങ്ങനെ അടിപൊളിയാക്കി സെറ്റാക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അതുവരേക്കും ബൈ ബൈ.